തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കണം, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചിന്തയെ ഹൃദയത്തിൽ നമുക്കൊന്ന് കുറിച്ചിടാം. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഈശോയെ, നിന്നെപ്രതിയുള്ള ഉപേക്ഷകൾക്കൊക്കെ പ്രതിഫലമുണ്ട് എന്ന് നീ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഉള്ളിൽ ശിശിര് പേറുന്ന അതേ സങ്കടം ഞങ്ങളും ഇടയ്ക്ക് ഭാരത്തോടെ കൊണ്ട് നടക്കുന്നവരാണ്. കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ട് എന്ത് കിട്ടും? അറിയാതെ റിസൾട്ട് മനസ്സിൽ പ്രതീക്ഷയോടെ ചിന്തിക്കുകയോ ചോദിക്കുകയോ ആഗ്രഹിക്കുകയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വ്യക്തമായൊരു ദിശാസൂചി ഇതിലൂടെ പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കണേ അമ്മേ, ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഈ വചനം ഉള്ളിൽ പതിപ്പിക്കാൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഉള്ളിലെ ഒരു സ്വാഭാവികമായ സംശയം തമ്പുരാനോട് അവർ ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈശോ വളരെ വ്യക്തതയോട് കൂടിയിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ 100 മടങ്ങും സ്വർഗരാജ്യവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നെപ്രതി മാതാവിനെയോ പിതാവിനെയോ ഭാര്യയെയോ മക്കളെയോ ഉപേക്ഷിക്കുന്നവന് ഒരു കുറവും വരുത്തില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വചനം വായിക്കും തോറും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ചോദ്യം, ചില മാതാപിതാക്കളും ചില കുടുംബജീവിതക്കാരും ചില പ്രത്യേകിച്ചും സഹനം, സങ്കടം, വേദന ഇത്തരം അനുഭവത്തിലൂടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് ജീവിച്ചു കടന്നു പോകുന്നവരുമൊക്കെ ഉള്ളിൽ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? 10-24 വർഷമായിട്ടു ജീവിത പങ്കാളി ചലനമറ്റ് കിടക്കുന്നു. ആ വ്യക്തിയെ ഒരു മടിയും കൂടാതെ ശുശ്രൂഷിക്കുമ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. സഭയോടും വിശ്വാസത്തോടും ആത്മീയതയോടും ചേർന്ന് ജീവിച്ച് ഇങ്ങനെ വലിയ പരുക്കൊന്നും പറ്റാണ്ട് പോയി പിന്നീട് എപ്പോഴൊക്കെയോ ചെറിയ പരുക്കുകളൊക്കെ പറ്റുമ്പം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഏറെ ത്യാഗത്തോടെ ജീവിച്ചിട്ട് അവിടുന്ന് കിട്ടാതെ ജീവിതത്തിൽ ഇങ്ങനെ തെല്ല് സങ്കടത്തോടെ നിൽക്കുമ്പം തമ്പുരാനെ നിൻ്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടുമോ എന്നൊരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്രയിൽ നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ബോധപൂർവകമായി നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. നിവൃത്തികേട് കൊണ്ടല്ല, ബോധപൂർവകമായ നിലപാട് കൊണ്ട്. ക്രിസ്തുവിനെ പ്രതിയുള്ള ഉപേക്ഷയുടെ പുറകിൽ തമ്പുരാൻ അളക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം, നീ അതിനകത്ത് വില കൊടുത്ത്, താല്പര്യമെടുത്ത്, ആഗ്രഹത്തോടും കൃത്യമായ നിഷ്ഠയോടും കൂടിയിട്ടാണോ അതിനെ ഉപേക്ഷിച്ചത്? വള്ളവും വലയും ഉപേക്ഷിക്കാൻ തമ്പുരാൻ പറഞ്ഞു, മാറ്റിവെക്കാനല്ല പറഞ്ഞു. ദൂരെ എറിയുക എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഒരിക്കലും അതിനെ നേടിയെടുക്കാനോ സ്വന്തമാക്കാനോ താല്പര്യം പോലും ഉണ്ടാകാത്ത വിധം, കൺവെട്ടത്തിൽ നിന്ന് പോലും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ഇടങ്ങളെപ്പോലും സ്വാധീനിക്കാത്ത വിധം വളരെ ദൂരത്തേക്ക് മാറ്റുക എന്നതാണ് ആത്മീയ പിതാക്കന്മാർ കൊടുക്കുന്ന മനോഹരമായ നിർവചനം. അതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഗുരു പഠിപ്പിച്ച പ്രാർത്ഥന, ഒരു ഗുരുവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശ്രദ്ധേയമായി കണ്ട ഒരു കാര്യം എങ്ങനെയാണ്? ഈശ്വര, നരകഭീതിയിലാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ എന്നെ അതേ നരകത്തിൽ തന്നെ ദഹിപ്പിക്കണം. നരകത്തിൽ എത്തുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണമെങ്കിൽ എന്നെ നരകത്തിൽ തന്നെ ഇട്ടു. സ്വർഗമോഹത്തിലാണ് എങ്കിൽ അവിടെ നിന്ന് എന്നെ തല്ലി ഓടിക്കണമേ. സ്വർഗം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണെങ്കിൽ അവിടെ നിന്ന് എന്നെ ഓടിച്ചേക്കണേ. എന്നാൽ നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത് എങ്കിൽ നിൻ്റെ സൗന്ദര്യവും മഹാത്മ്യവും എന്നിൽ നിറയ്ക്കണമേ. ഇതാണ് ഈ വചനത്തിലൂടെ ദൈവം ആഗ്രഹിച്ചത്. തമ്പുരാന് വേണ്ടിയിട്ട്, തമ്പുരാനെ പ്രതി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ മറ്റ് ഒരു മാനദണ്ഡത്തിൻ്റെ പേരിലുമല്ല, മറ്റ് ഒരു പ്രത്യേകതയുടെ പേരിലുമല്ല. ഈശോ പഠിപ്പിച്ച വചനം ജീവിക്കാൻ ശ്രമിച്ച ഒരു ധനികൻ്റെ കുറിപ്പ് വായിച്ചത് മനസ്സിലുണ്ട്. അവസാനം ഇരിക്കുന്നവൻ
ആദ്യത്തെ വ്യക്തിയായി മാറുമെന്നൊക്കെ പറഞ്ഞ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും ശുശ്രൂഷകനുമായിരിക്കണം, നീ വിരുന്നിനോ ഒക്കെ വിളിക്കുമ്പം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ വചനത്തെ ജീവിച്ചുകൊണ്ട് ഒരു ധനാഢ്യൻ പുറകിൽ പോയിരുന്നു. ആരും അവനെ മുൻപോട്ട് വിളിച്ച് കയറ്റിയിരുത്തിയില്ല. അവിടെ അവൻ്റെ ഉള്ളിലെ അഹങ്കാരവും തൻ്റെ വലുപ്പത്തെക്കുറിച്ചുള്ള ചിന്തയുമൊക്കെ ഉണർന്നിട്ട് അവൻ ചോദിച്ചു, ഈ സമൂഹത്തിലെ വലിയവരെ ബഹുമാനിക്കണ സംസ്കാരം നിങ്ങൾക്കില്ലേ? അങ്ങനെയൊന്നല്ലത്. നരകം പോലും സ്വർഗം പോലും തനിക്ക് അവകാശമായി മാറുന്നില്ല. അതിനെ പ്രതിയല്ല, അതിനു വേണ്ടിയല്ല തമ്പുരാൻ്റെ സൗന്ദര്യവും സ്നേഹവും ആ തിരുമാറോട് ചേർന്നുള്ള അനുഗ്രഹങ്ങളും ആർജിക്കാൻ വേണ്ടി മാത്രം. വിശുദ്ധ യോഹന്നാനാണല്ലോ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തി. വാർദ്ധക്യത്തോളം ജീവിച്ചു എന്നൊക്കെ പറയണേ. സ്വാഭാവികമായി മരണപ്പെട്ട രക്തസാക്ഷിയാകാത്ത ഒരു ശിഷ്യൻ എന്ന് വേണമെങ്കിൽ എന്നാണ് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് പറയണത്, അദ്ദേഹം വാർദ്ധക്യത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും വചനം പറയാൻ വേണ്ടിയിട്ട്, പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. യോഹന്നാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് ആളുകളോട് സ്നേഹിക്കുക. ദൈവം നിങ്ങളോട് പറയാണ്, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇത് മാത്രം തിരിച്ചും മറിച്ചും പറയും. പലയിടങ്ങളിലും ഇതേ ആവർത്തനവുമായിട്ട് നടന്നപ്പം ഈ ചുമന്നുകൊണ്ട് പോയ ശിഷ്യന്മാർ വിചാരിച്ചു, ഇത് ചുമ്മാ സ്നേഹിക്കുക എന്ന് പറയാൻ വേണ്ടി ഇയാളെ എന്തിനായി ചുമന്നുകൊണ്ട് പോടെ? അങ്ങനെ ഒരു ആകുലതയോട് കൂടിയിട്ട്, തെല്ലാശങ്കയോട് കൂടിയിട്ട് ഈ കാര്യം ഇദ്ദേഹത്തോട് ചോദിക്കുമ്പം വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത്, ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളവും തിരികെ പിടിക്കാൻ കഴിയും. മനോഹരമാണ് ഓർമ്മപ്പെടുത്തൽ. പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റലുകളെ തിരികെ പിടിക്കാനായിട്ട് ദൈവം തരുന്ന അസുലഭമായ വഴിയുടെ പേരാണ്, സാധ്യതയുടെ പേരാണ് സ്നേഹം. സ്നേഹമാണ് പ്രപഞ്ചത്തിൻ്റെ താളമെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു താളഭ്രംശത്തിനും ഇടയാകുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഗുരുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നരകം പേടിച്ചിട്ട് സ്വീകരിക്കേണ്ടതല്ല, സ്വർഗം എൻ്റെ ഇഷ്ടം കൊണ്ട് എത്തിപ്പിടിക്കേണ്ടതുമല്ല, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. ആ ഗുരുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ വീണ്ടും വായിച്ചത് ഇങ്ങനെയാണ്: മകനെ, എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ചാണ് നീ വന്നത് എങ്കിൽ നിരാശ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തെ തേടി വരുന്ന ഒരു ശിഷ്യനോടൊരു ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നീ നടന്നാൽ നിനക്ക് നിരാശ മാത്രമേ ജീവിതത്തിൽ കിട്ടുള്ളൂ. എന്നാൽ നിനക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെന്നോർത്ത് വ്യാപരിച്ചാൽ നീ ആഗ്രഹിക്കും, സ്വർഗ സൗഭാഗ്യം നിന്നിലേക്ക് ഒഴുകി വരും. ഓരോ വിശ്വാസിയും, അമേരിക്കൻ പ്രസിഡന്റ് ലിങ്കൻ പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്ക എനിക്ക് എന്തു തരുമെന്നുള്ള ആഗ്രഹവും സ്വപ്നവുമല്ല എൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത്, എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഏത് അധികാരത്തിലും സ്ഥാനത്തിലും ശുശ്രൂഷയിലുമായിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ശ്രദ്ധേയമായൊരു കാര്യം, ഞാൻ ഈ ഉപേക്ഷിക്കുന്നതിൻ്റെ പുറകിലെ ചിന്ത എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാകാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഹ്യൂമിലിറ്റി വിത്ത് ഹുക്ക് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. എന്നുവെച്ചാൽ കുളത്തോടു കൂടിയ ഒരു എളിമ. അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. തുറവിയോടുകൂടിയിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കിട്ടില്ല എന്നുറപ്പ്. തമ്പുരാൻ്റെ വചനം കൃത്യമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുറപ്പുള്ളവർക്ക് കൊടുക്കാൻ. അതാണ് ഉപേക്ഷയുടെ ആത്മീയത. നേർച്ചപ്പെട്ടയിലിട്ട മനസ്സോടുകൂടെ ജീവിക്കാൻ നിനക്ക് പറ്റുമോ? കണക്ക് പറയാതെ ജീവിക്കാൻ പറ്റും. ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ ഈ ഉപേക്ഷിക്കലിൻ്റെ പുറകിലൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ കണക്കു പറച്ചിലുകൾ കാരണമായി മാറുകയാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നത്, എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയത്. ഇങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ രണ്ട് തട്ടിലേക്ക് കാര്യങ്ങൾ മാറുമ്പം, നിൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു, എൻ്റെ വീട്ടിൽ എന്താ ഉള്ളേ, ഇയാളുടെ കൂടെ കൂടിയിട്ട് എന്താ ഗുണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആകുലതകളും ആശങ്കകളും നിൻ്റെ എന്ന മനോഭാവങ്ങളും എണ്ണലുകളും കണക്കുകൂട്ടലുകളും കണക്കുപറച്ചിലുകളും ഒക്കെ ഉണ്ടാകുമ്പം ഈ ഉപേക്ഷ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഉപേക്ഷയുടെ ഒരു പാരമ്യമാണെന്ന് പറയാം. ഞാനില്ലാതായി അവൾ ഉണ്ടാകണം. സ്നാപകൻ കൃത്യമായി അത് പഠിപ്പിക്കുന്നുണ്ട്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഒരുപക്ഷെ കുടുംബജീവിതക്കാരുടെ മന്ത്രമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ വിചാരം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ഭാര്യയും ഭർത്താവിനെ നോക്കിയിട്ട് ഇയാൾ വളരണം, ഞാൻ കുറയണം, തിരിച്ച് ഭാര്യയെ നോക്കിയിട്ട് നീ വളരണം, ഞാൻ കുറയണം, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഈ ഉപേക്ഷയുടെ ചൈതന്യം ഉള്ളിൽ നിറയുന്ന അനുഭവത്തിലേക്കായിരിക്കും. ജീവിതം ഒരു അഭിനയമല്ല പ്രിയപ്പെട്ടവരെ. ഇത് കൃത്യമായിട്ടുള്ള അനുഗമിക്കലാണെന്ന് ഓർമ്മിക്കുക. ചുമ്മാ അഭിനയിച്ചൊക്കെ ജീവിക്കാൻ പറ്റുമോ? പല കുടുംബ ജീവിതങ്ങളും ഇന്ന് യൗവനത്തിലെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ ഈ അഭിനയത്തിൻ്റെ പുറമൂടിയിലാണ് ജീവിച്ചു പോണേ. എന്നുവെച്ചാൽ നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യങ്ങളും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യങ്ങളും, രണ്ടു പേർക്കുമിടയിൽ ഒരു കോമൺ പ്ലേസ് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ഒരു കോമൺ സ്പേസ് ഉണ്ട്, ഒപ്പം നമുക്കൊരു പ്രൈവറ്റ് സ്പേസും ഉണ്ട്.
ഇന്ന് ആധുനികതയുടെ കുടുംബജീവിതങ്ങളിൽ നാം കണ്ടെത്തുന്ന അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട സാധ്യത ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. കൃത്യമായിട്ട് മറ്റു ബന്ധങ്ങളെയും മറ്റു പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, നിനക്ക് നിൻ്റെ ചില സ്വാതന്ത്ര്യങ്ങൾ ഞാൻ അനുവദിക്കും, എനിക്ക് എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങൾ. അതൊരു വല്ലാത്ത അപകടം. അതൊരു അഭിനയത്തിൻ്റെ ജീവിതമാണ്. അതെന്തുമാത്രം ശാശ്വതമായി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അനുഗമിക്കുക എന്ന് വെച്ചാൽ അത് അപകടകരമായ ഒരു നിലപാട്. അത് ഗുരുവിൽ നിന്നും ശിഷ്യനിൽ നിന്നും ഗുരുവിലേക്കുള്ള ഒരു പ്രയാണം, ഒരു മാറ്റം എന്നൊക്കെ വിളിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉപേക്ഷിക്കുക എന്ന ആത്മീയതയെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പം ഉപേക്ഷിക്കലിന് ചോരയിൽ എഴുതിയ ചില നിബന്ധനകളുണ്ടാവും. എന്നുവെച്ചാൽ ഉപേക്ഷിക്കൽ നല്ല വേദനയുള്ള കാര്യമാണ്. മാതാപിതാക്കളെയൊക്കെ വിട്ട് കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താവിനോട് ചേരുമെന്നൊക്കെ വചനം പറയുമ്പം അത് നല്ല ആഴമുള്ള ആത്മബന്ധമുള്ള മാതാപിതാക്കളും മക്കളുമാണെങ്കിൽ അത് വേദനയുണ്ടാക്കും, ഭർത്താവിനും ഭാര്യയ്ക്കും. രണ്ടാമത്തെ കാര്യം, അഭിനയത്തിൽ നിന്നും അർപ്പണത്തിലേക്ക് മാറുക. പലപ്പോഴും അഭിനയമാണ് ഇന്ന് ഉപേക്ഷിക്കലിൻ്റെ ആത്മീയത. എത്രയോ തട്ടിപ്പുകൾ നടക്കണം. കല്യാണത്തിൽ അഭിനയിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് ഏതെങ്കിലും പണം തട്ടാൻ വേണ്ടി, ആളുകളിലൊക്കെ പത്രങ്ങളിലൊക്കെ കാണുന്ന കാര്യം, പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രായമൊന്നും പ്രശ്നമല്ല, സൗന്ദര്യമൊന്നും പ്രശ്നമല്ല, ഭയങ്കര പ്രേമം, അപകടമാണ്. മൂന്നാമത്തേത് വിശ്വസ്തത. അതായത് വിശ്വസ്തതയോടുകൂടിയിട്ട് നമുക്ക് വ്യാപരിക്കാൻ പറ്റണമെങ്കിൽ ഈ ഉപേക്ഷിക്കലിനെ ശരിക്കും നമ്മൾ സ്വീകരിക്കണം. ഉപേക്ഷിക്കലിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആയിരിക്കുന്ന വ്യക്തിയോടും ഇടങ്ങളോടും 100% വിശ്വസ്തത. അത് 98, 99 പോയിൻ്റ് ഒന്നുമില്ല. നാലാമത്തെ കാര്യം, സഹനത്തിൻ്റെ ബലം. ഈ ഉപേക്ഷിക്കലിന് ശക്തി കിട്ടണമെങ്കിൽ നമുക്ക് സഹനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കരുത്തുണ്ടാവണം. സഹനത്തോട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയാൽ ഉപേക്ഷ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. സഹനം ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപേക്ഷയെ നമ്മൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കും. ഇന്ന് പുതിയ തലമുറയ്ക്ക് പറ്റുന്ന പ്രശ്നം അതാ. ആരും സഹനത്തിന് തയ്യാറല്ല, തോൽക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അഞ്ചാമത്തെ കാര്യം, ലക്ഷ്യബോധം. കൃത്യമായൊരു ടാർഗറ്റോട് കൂടിയിട്ടാണ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ പിന്നെ പിന്തിരിഞ്ഞ് നോക്കുന്ന പ്രശ്നമില്ല. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപേക്ഷയുടെ മുൻപിൽ, നിഷ്ഠയുള്ള നിലപാടിൻ്റെ മുമ്പിൽ പ്രകൃതി പോലും അവർക്ക് വേണ്ടിയിട്ട് പുതിയ വഴികൾ തുറക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിഗണം 3-ാം പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവേ, നാശോന്മുഖമായ എൻ്റെ ആഗ്രഹങ്ങളെ എന്നിൽ നിന്നും വേരോടെ പിഴുതു കളയുക. എൻ്റെ ആത്മരക്ഷയ്ക്കും അങ്ങയുടെ സംപ്രീതിക്കും ഉപകരിക്കുന്നവ മാത്രം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കുക. എന്നുവെച്ചാൽ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ, ഒരു ഗുണവുമില്ലാത്ത ഒരുപടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാരുടെ പ്രത്യേകതയാണ്, പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തനായിരുന്നു കൊണ്ട് ഒരു കാര്യത്തിലും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഹൈപ്പർ നേച്ചർ. ഇന്ന് ഈ ലോക്ക്ഡൗണൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ അത് കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് നന്മയുണ്ടായിരുന്ന ഒരുപിടി മക്കളുടെ ജീവിതം എന്തായിത്തീർന്നു? വളരെ അപകടകരമായി മാറി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെടുന്ന, വയലൻ്റ് ആകുന്ന, വളരെ ശാന്ത സ്വഭാവം ഉണ്ടായിരുന്ന, നല്ല ഇരുത്തവും പക്വതയുണ്ടായിരുന്ന പിള്ളേരൊക്കെ ഭീകര സ്വഭാവങ്ങളുള്ളവരായി മാറിയെന്ന് ഈ നാളുകളൊക്കെ മാതാപിതാക്കൾ വന്ന് സങ്കടം പറയുക. എന്തേലും ചോദിച്ചാൽ തിന്നാൻ വരിക എന്നൊക്കെയാണ് ഒരമ്മ പറഞ്ഞത്. 8, 9 ആയിട്ടുള്ളൂ. ഇപ്പോഴേ മാതാപിതാക്കളെ വിളിക്കുന്ന ചീത്തയും അവരോട് കാണിക്കുന്ന നിലപാടുകളുമൊക്കെ ഭയപ്പെടുത്തുന്നു. അടുത്ത നാളുകളിലൊക്കെ അത് വർദ്ധിക്കും എന്നോർത്തിട്ട് ഭയം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനിഗണം പറയുന്നത് അങ്ങനെയാണ്. അതായത് നാശോന്മുഖമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്ന്, ബുദ്ധനൊക്കെ ഓർമ്മപ്പെടുത്തിയില്ലേ, ഈ ആഗ്രഹത്തെ ഒന്ന് ഉപേക്ഷിക്കാൻ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വസ്തുക്കളെയല്ല, വ്യക്തികളെയല്ല, സാഹചര്യങ്ങളല്ല, ഇവയ്ക്കെല്ലാം പ്രചോദകമായി മാറുന്ന അടിസ്ഥാനത്തിലെ ഒരു ഭാവമാണ് ആഗ്രഹമെന്ന് പറയുന്നത്. അതിനെ ഉപേക്ഷിക്കുക. ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ക്രിസ്ത്യാനിഗണം 1-ാം പുസ്തകം 19 പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യർത്ഥമാണ്, അവ വെറും ആഗ്രഹങ്ങളായി കടന്നു പോവുകയാണ്, പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല, ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല. ആകയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അങ്ങയുടെ തിരുവിഷ്ടം അനുഷ്ഠിക്കാനും ഞങ്ങൾക്ക് വരം തരണം. ആഗ്രഹങ്ങൾക്കൊരു ഭൗതികമായ കാഴ്ചപ്പാട് കൊടുക്കാതെ ഒരാത്മീയ കാഴ്ചപ്പാട് കൊടുക്കുമ്പം ഇത് ദൈവം എന്നെക്കുറിച്ച് കണ്ട സ്വപ്നമാണോ എന്നുകൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റിയാൽ അത്ഭുതങ്ങളുണ്ടാകും. അവർക്കെന്നൊരു കുടുംബത്തെ മാതാപിതാക്കൾ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിലധികം സ്വപ്നം കാണുകയാണ്. എൻ്റെ മക്കൾ ഇന്നതുപോലെ ആകണം, ഇന്നടത്ത് എത്തണം,
ആ വീട്ടിലെ പിള്ളേരെക്കാളും മെച്ചപ്പെടണം. ഇങ്ങനെയൊക്കെ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഈ മക്കളിലേക്ക് അമിതമായിട്ടുള്ള ഭാരം അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നു, ആ കുഞ്ഞിനെ എൻട്രൻസിന് കോച്ചിങ്ങിന് പറഞ്ഞു വിടുന്നു. അതിനെക്കൊണ്ട് പറ്റുന്നില്ലെന്നത് ആവർത്തിച്ച് പറഞ്ഞിട്ടും 24 മണിക്കൂറും ഈ അമ്മയും അപ്പനും ഫോൺ വിളിക്കുമ്പം മാനസികമായി സമ്മർദ്ദം കൊടുത്ത് അവസാനം ഈ കുഞ്ഞ് മനോനില തെറ്റിയ കുഞ്ഞായിട്ട് മാറിയിരിക്കുക. വലിയ സങ്കടം വരും. അവർക്കത് മനസ്സിലായിട്ട് പോലുമില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് സംസാരിക്കാനും ഇടപെടുകാനും ഒക്കെ ചെല്ലുമ്പം നമുക്ക് അത്ഭുതം തോന്നും. വളരെ സ്മാർട്ട് ആൻഡ് വൈബ്രൻ്റ് ആയിരുന്നൊരു കുട്ടി, നല്ല സുന്ദരിയായൊരു കുട്ടി, നല്ല കഴിവുള്ള കുട്ടി, ഇന്ന് ഒരു മാംസപ്പിണ്ടം പോലെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പം നമുക്ക് വലിയ വേദനയും ഭാരവും അനുഭവപ്പെടുന്നു. അർത്ഥം എത്രയുള്ള പ്രിയപ്പെട്ടവരെ, ഈ അമിതമായിട്ടുള്ള ഭാരം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാതാപിതാക്കൾ കണ്ട സ്വപ്നത്തിലേക്ക് മക്കളെ ചേർത്ത് പിടിച്ചു. സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ തുറന്നില്ല. അപ്പം ഉപേക്ഷയോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിൽ കൃത്യമായിട്ടും കുറിക്കണം, നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തി ഉപേക്ഷിക്കേണ്ട മേഖലകളെ ഉപേക്ഷിച്ച്. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തിരുത്താൻ പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കേ വരികയില്ല. കൗൺസിലിങ്ങിനോ ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ടോ ചില ആൾക്കാർ ചില പ്രാർത്ഥനാനുയോഗങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വരും. അപ്പോൾ അവരോട് പറയും, എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ബോധ്യങ്ങളുടെ ബേസിസിൽ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലണം, ചില ത്യാഗ വഴികളൊക്കെ സ്വീകരിക്കണം, ചില പങ്കുവെക്കലുകളൊക്കെ വേണം. ഇങ്ങനെ ചില അനുഗ്രഹത്തെ അതിൻ്റെ കൃപയിൽ എത്തിക്കാൻ വേണ്ട സാധ്യതകളൊക്കെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പം പിന്നെ അവർ വിളിക്കേയില്ല, പിന്നെ അവർ കാണാനേ വരികയില്ല, പിന്നെ അവർക്ക് നിർദ്ദേശങ്ങളൊന്നും വേണ്ട. എന്നുവെച്ചാൽ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയുടെ ഒരു ഓട്ടത്തിലായി ആളുകൾ. അവിടെയാണ് തമ്പുരാൻ പറയണേ, കൃത്യമായിട്ട് ഉള്ളിൽ തട്ടും വിധം നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റും, ചങ്കിത്തട്ടും വിധം നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഉപേക്ഷ നിൻ്റെ ജീവിതത്തിന് ഭാരം ഉണ്ടാക്കുന്നുണ്ടോ? അത് തമ്പുരാനെ പ്രതി ഏറ്റെടുക്കാൻ നീ തയ്യാറാവുന്നുണ്ടോ? അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സംസാരത്തിനും നമ്മുടെ പെരുമാറ്റത്തിനും ഒക്കെ മാറ്റം ഉണ്ടാകും. ഉപേക്ഷിക്കുന്നത് സ്വാർത്ഥതയുടെ കെട്ടുപിണഞ്ഞ ഭൂമിയിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഗുണപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ. പണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ ചെയ്തിരുന്നത് ആരും അറിയാണ്ട് അമ്മ ചില ഉപേക്ഷകളൊക്കെ ആരും പറയാതെ അപ്പൻ ചില നഷ്ടങ്ങളുടെ വഴികളിലൂടെയൊക്കെ കടന്നു പോയിരുന്നു. അവരുടെയൊക്കെ പുറകിലുണ്ടായിരുന്നത് വലിയ ദൈവിക സ്വപ്നമാണ്. ഒരു മകൻ ആൺകുട്ടി ഉണ്ടായപ്പം ഉണ്ടാകാൻ വേണ്ടി തന്നെ നല്ല ഒരുക്കവും പ്രാർത്ഥനയും നടത്തിയിട്ട് ഒടുവിൽ ആൺകുഞ്ഞാണെന്നറിഞ്ഞപ്പം അവനെ പുരോഹിതനാക്കുക എന്ന സ്വപ്നത്തോടു കൂടിയിട്ട് ഒരപ്പൻ വലിയ ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ചു, ചെരുപ്പ് ഉപേക്ഷിച്ചു, എനിക്കെൻ്റെ മോൻ അച്ഛനായി കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു, 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞിട്ട് അവൻ അച്ഛനാകാൻ പോയില്ലെങ്കിൽ എനിക്ക് പല വിചാരമൊന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ചില ഉപേക്ഷകൾ കൊണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യം എന്ന സ്വപ്നം വിരിയാനായിട്ട് ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം മാതാപിതാക്കൾ എടുക്കുന്ന ഉപേക്ഷകൾ, മാതാപിതാക്കൾ ഉപേക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകളൊക്കെ കൂടെ ചേർത്തിട്ട് ദൈവം ഒരു മാർക്കിട്ടാൽ ദൈവം നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമോ? അവസാനമായിട്ട് ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ളവരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഉപേക്ഷയുടെ പ്രത്യേകത. ഉന്നതങ്ങളിൽ പിടിപാടുണ്ടാവണം. പ്രഭാഷകൻ്റെ 3:5-6 വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാവട്ടെ, അവിടുന്ന് നിനക്ക് വേണ്ടി വഴി തെളിച്ചു തരും. ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ പദ്ധതി അത് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഏറെ അനുഗ്രഹമുള്ള ആത്മീയ വിചാരമാണ് ഉപേക്ഷ. അതുകൊണ്ടാണ് വലിയ അനുഗ്രഹം വേണോ, വലിയ ത്യാഗം വേണം, വലിയ കൃപകൾ നിനക്ക് സ്വന്തമാക്കണോ, ഒരു വലിയ കാര്യത്തിനു വേണ്ടി നീ തീക്ഷ്ണമായി ശ്രമിക്കുന്നുവോ, ഉറപ്പായിട്ടും അതിനാനുപാതികമായ ഒരു ഒരുക്കം, ഒരഭിഷേകത്തിൻ്റെ സാധ്യത സ്വന്തമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ ചൈതന്യം തിരികെ പിടിക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഒരു നിഷ്ഠയ്ക്ക് വേണ്ടി, ഒരു നിയോഗത്തിന് വേണ്ടി ഈ ഉപേക്ഷയുടെ നിലപാടുകൾ, അത് അങ്ങനെ തെളിവുകൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പൻ്റെ വൈദേശിക ജോലിക്ക് വേണ്ടിയിട്ട് 5-6 വയസ്സുള്ള മകൻ മുതൽ 14 വയസ്സുള്ള മകനും അപ്പനും അമ്മയും മാറി മാറി ഓരോ ദിവസവും ഉപവാസമൊക്കെ എടുത്തിട്ട് അതങ്ങ് തീരും മുമ്പേ, ആഗസ്റ്റ് മാസം തീരും മുമ്പേ, അമ്മയുടെ തിരുനാളാകും മുമ്പേ
ദൈവം അത്ഭുതം പ്രവർത്തിച്ച അനുഭവങ്ങൾ മനസ്സിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉപേക്ഷ കൊണ്ട് സ്വർഗമൊരുക്കുന്ന വലിയ സാധ്യതയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. ഉപേക്ഷിക്കണത് സ്വാർത്ഥതയോടല്ല, ഗൂഢലക്ഷ്യത്തോടുമല്ല, നിൻ്റെ മുമ്പിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മാത്രം, നിന്നെ പ്രതി മാത്രം. ഞങ്ങളെ അതിനുള്ള കൃപയ്ക്കായി ഒരുക്കണേ. ആരുടെ മുമ്പിലും ഒരു പ്രത്യേകമായ നിഗൂഢമായ നിലപാടിലല്ല, മറിച്ച് ദൈവത്തിന് സാധ്യമാണ് എന്ന ബോധ്യത്തോടെ, ദൈവത്തിന് അനുഗ്രഹമാക്കാൻ കഴിയുമെന്നുറപ്പോടെ, ജോബിൻ്റെ ജീവിതത്തിൽ നിഗൂഢതകളെ സ്വീകരിച്ച പോലെ, ഉപേക്ഷകളെ സംതൃപ്തിയോടെ കണ്ടതുപോലെ ഞങ്ങൾക്കും കൃപയേകണമേ. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഏകണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.